നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൈബർ ഇടത്തിൽ കത്തിക്കയറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ആർമിയും. എടോ വിജയ എന്ന് വിളിച്ചുകൊണ്ട് പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി വലിയൊരു ഓളമുണ്ടാക്കി മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നിപ്പോൾ എടോ വിജയ മാറി. ഇപ്പോൾ ചോദിക്കുന്നത് ഏത് ഡാഷ് മോനാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പോസ്റ്റ് ഇട്ട് വീണ്ടും തൻ്റെ ആർമിക്ക് സൈബർ ഇടത്തിൽ വിഹരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് MLA CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയും വയ്യാവേലിയുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിണറായിക്ക് നേരെ ഇടയ്ക്കിടെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇമ്മാതിരി ബോംബുകൾ പൊട്ടിക്കുമ്പോൾ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾക്ക് പോലും ഇപ്പോൾ വായിൽ പിരിവെട്ടി നിൽക്കുകയാണ്. അവർ കൂട്ടത്തോടെ ഇരച്ചിറങ്ങി നിന്നെ കൊല്ലും തിന്നും വെട്ടും എന്നൊക്കെയുള്ള ഭീഷണികളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചൂടുകാലത്ത് ജനത്തെ ദുരിതത്തിലാക്കി പവർ കട്ട് സ്ഥിരമായതോടെ അതിനെ വിമർശിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച പോസ്റ്റായിരുന്നു. എന്നാൽ ആ പോസ്റ്റ് അങ്ങോട്ടിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതങ്ങ് കത്തിക്കയറി. പിണറായിക്ക് നേരെ പിന്നാലെ ഡാഷ് മോനെ വിളിയുമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആർമി അങ്ങ് ഇരച്ചിറങ്ങുകയായിരുന്നു. ഇതുപോലെ പിണറായിയെ വെല്ലുവിളിക്കാൻ പ്രതിപക്ഷത്ത് നിന്ന് വേറെ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആർമി ഉയർത്തുന്നത്. ഇവിടെ പിണറായി കൂട്ടർക്ക്, CPM-ന്, അതുപോലെ തന്നെ ഇടത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരൊറ്റ പോസ്റ്റ് കൊണ്ടുണ്ടായിരിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ വലിയ ഒരു ആവേശം, അതായത് പവർ കട്ടില്ലാത്ത 10 വർഷം എന്നൊക്കെ തള്ളിമറിച്ചായിരുന്നല്ലോ പിണറായി ഉന്തിത്തള്ളിക്കൊണ്ട് പ്രചാരണം അങ്ങ് കൊണ്ടുപോയത്. ഈ കറണ്ട് ചാർജ് ബില്ല് വരുമല്ലോ, അതിൻ്റെ താഴെ തന്നെ പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന് എഴുതി അതും പ്രചാരണ ആയുധമാക്കിയവരാണ് CPM-കാർ. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് വോട്ടെടുപ്പും കഴിഞ്ഞ് വിധി വരാനായി കാത്തിരിക്കുമ്പോൾ ജനങ്ങളെ പുഴുങ്ങാനിടുകയാണ് സർക്കാർ. രാത്രികാലങ്ങളിൽ സ്ഥിരമായി സംഭവിക്കുന്ന പവർ കട്ട് ജനത്തെ ദുരിതത്തിലാക്കുകയാണ്. ഉറങ്ങാൻ പോലും കഴിയാത്ത ഗതികേടിലേക്ക് മലയാളി എത്തിയിരിക്കുകയാണ്. വീടിനുള്ളിൽ കിടക്കാൻ കഴിയില്ല, ഇപ്പോൾ പുറത്തേക്കിറങ്ങി പാവിരിച്ച് കിടക്കേണ്ട ഗതികേടാണ്. എന്നാൽ പുറത്ത് കിടന്നാലോ പാമ്പ് കടി ഏൽക്കുമെന്ന ഭീതിയും. അങ്ങനെ നിൽക്കക്കള്ളിയില്ലാതെ ജനം പൊറുതിമുട്ടുമ്പോഴായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചത്. പവർ കട്ടില്ലാത്ത 10 വർഷം എന്നുള്ള തള്ളിമറിക്കലിനെയൊക്കെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് വൈറലായ ഒരു താരമാണ്. അതായത് മുൻപൊക്കെ ഈ സംഘടനാ പ്രവർത്തനം, തെരുവിലേക്കിറങ്ങി തല്ലുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പോലീസിൻ്റെ ചവിട്ടും തൊഴിയും ഒക്കെ കൊണ്ട് ഉയർന്നു വന്ന നേതാക്കന്മാരായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു രീതി പാടെ മാറിയിരിക്കുന്നു. സൈബർ ഇടത്തിൽ സ്റ്റാർ ആയാൽ കാര്യങ്ങൾ എളുപ്പമായി. ആ ഒരു സ്പേസ് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് അയാളുടെ ബുദ്ധി തന്നെയാണ്. എടോ വിജയ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു രാഹുൽ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടിയത്. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സ്റ്റാറായി മാറി. അതിനു മുൻപ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനത്തിനൊക്കെ വലിയ കയ്യടികളൊക്കെ കിട്ടിയിരുന്നെങ്കിലും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനെയും KSUവിലെ ചോരത്തിളപ്പുള്ളവരെയും ഒരുമിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ എടോ വിജയ എന്നുള്ള ചോദ്യം കൊണ്ട് കഴിഞ്ഞിരുന്നു. കാരണം നിരന്തരം സർക്കാരിൻ്റെ വിമർശകനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയായിരുന്നു. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിലും UDF-ന്റെ മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിണറായി വിജയന് നേരെ അങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആരും ചോദ്യങ്ങൾ ചോദിച്ചിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും പലപ്പോഴും മയപ്പെട്ടായിരുന്നു പിണറായിയോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. എന്നാൽ അതിനെ എല്ലാത്തിനെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എടോ വിജയ എന്ന് വിരൽ ചൂണ്ടി ചോദിച്ചു. ഇത് വലിയൊരു ആവേശമായി യൂത്ത് കോൺഗ്രസിനും KSUവിനും. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒന്നിച്ചു വന്നാൽ അതൊരു വലിയ ആഘോഷമായിരുന്നു ഈ പറയുന്ന UDF-ന്റെ യുവനിരയ്ക്ക്. ആ ഒരു ആവേശം, ആ ഒരു സ്പേസ് കൃത്യമായി മനസ്സിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പിണറായിക്ക് നേരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിലെ നോട്ടപ്പുള്ളിയായി മാറുകയായിരുന്നു. ഈ സൈബർ ഗ്രൂപ്പും സൈബർ വെട്ടുകിളിക്കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങിയതോടുകൂടി ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ UDF-ന്റെ അനുയായികളും പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും എല്ലാവരും രാഹുലിന് പിന്നിൽ അണിനിരന്നു. പിണറായിയുടെ ഏകാധിപത്യം ചോദ്യം ചെയ്യാൻ രാഹുൽ ഇറങ്ങും എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ടായി. ഇതൊക്കെ തനിക്ക് അനുകൂലമായ ഒരു നേട്ടമാക്കി മാറ്റി, തനിക്ക് കൃത്യമായ ഒരു സ്പേസ് ഒരുക്കി തനിക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു വഴിയാക്കി രാഹുൽ ഇതിനെ എടുത്തു.
രാഹുലിന്റെ വളർച്ചയ്ക്ക് ഈ പറയുന്ന CPM-കാർ വലിയ പ്രചോദനം കൊടുത്തിട്ടുണ്ട്. കാരണം പിണറായിക്ക് നേരെ 2 വിമർശനം ഉന്നയിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊത്തിപ്പറിക്കാൻ ഈ CPM-ന്റെ സൈബർ ഗ്രൂപ്പ് അങ്ങിറങ്ങും. അവർ സ്ഥിരം കൊത്തിപ്പറിച്ചതോടുകൂടി ജനപിന്തുണ രാഹുലിന് കൂടുതലായി തുടങ്ങി. ഇത് മാത്രമല്ല, രാഹുലിനെ വേട്ടയാടാൻ പല കളികൾ ഇവിടെ CPM നടത്തിയപ്പോൾ അതെല്ലാം രാഹുലിന് അനുകൂലമാകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പോൾ ഉള്ള ഈ പീഡന കേസുകൾ ഒക്കെ തന്നെ, അതായത് 1, 2, 3 അതിജീവിതകളുടെ പരാതികൾ വന്നപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി കോടതിയിൽ പോയി തന്റെ ഭാഗം തെളിയിച്ചു. കോടതികൾ പോലും രാഹുലിന് അനുകൂലമായ നിലപാടെടുത്തപ്പോൾ ഇവിടുത്തെ ജനം ഒരു ചോദ്യം സർക്കാരിന് നേരെ ഉന്നയിച്ചു. നിങ്ങൾ ഒരു ചെറുപ്പക്കാരനെ വേട്ടയാടുന്നു, രാഷ്ട്രീയ വേട്ടയാടൽ നടത്തുന്നു, ഇത് ശരിയല്ല എന്ന് ജനം സർക്കാരിന് നേരെ വിരൽ ചൂണ്ടി, പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി. ഇതെല്ലാം രാഹുലിന് അനുകൂലമായ ഘടകമായി മാറി. എന്തായാലും ഇപ്പോൾ എടോ വിജയ വിളി മാറി ഏത് ഡാഷ് മോനാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിലേക്ക് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പാലക്കാട് MLA ആയിട്ട് പുഷ്പം പോലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. അത് അയാൾക്ക് വലിയൊരു ഓളമുണ്ടാക്കി കൊടുത്തു. അതായത് അയാൾ സൈബർ ഇടത്തിൽ തൻ്റെ ഒരു കൂട്ടത്തെ ഉണ്ടാക്കിയെടുത്തു എന്ന് വേണം പറയാൻ. അത് അയാൾക്ക് കൃത്യമായി ഉപകാരപ്പെടുകയും ചെയ്തു. പിന്നെ ഷാഫി പറമ്പിലിന്റെ ഓളവും രാഹുലിനെ പാലക്കാട് പുഷ്പം പോലെയാണ് ജയിപ്പിച്ചത്. എന്തായാലും അതിന് പിന്നാലെ വലിയ കുത്തൊഴുക്കുകൾ, രാഹുലിന് നേരെ വിവാദങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. പിണറായി പോലീസ് രാഹുലിനെ പിടിക്കാൻ ഓടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളം അത് ഒരുപാട് ചർച്ച ചെയ്തതുമൊക്കെയാണ്. എന്നാൽ രാഹുൽ ഇപ്പോഴും പിണറായിയെ ഫോക്കസ് ചെയ്ത് പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ്. കാരണം ഇപ്പോഴും CPM-ന്റെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും കപ്പിത്താനാണല്ലോ പിണറായി. അതുകൊണ്ട് തന്നെ കപ്പിത്താനെ ചോദ്യം ചെയ്താലേ തനിക്ക് കയ്യടി കിട്ടൂ എന്ന് രാഹുലിന് കൃത്യമായിട്ട് അറിയാം. ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൃത്യമായ ബുദ്ധി രാഹുലിനുണ്ട്. ഈ പെണ്ണുകേസും വിവാദങ്ങളും ഒക്കെ ഇല്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ UDF-നാണ് അധികാരം കിട്ടുന്നതെങ്കിൽ ഒരു മന്ത്രി കസേര വരെ രാഹുലിന് കിട്ടുമായിരുന്നു. എന്തിനേറെ ഇപ്പോൾ വിവാദങ്ങളിൽപ്പെട്ട് രാഹുൽ പുറത്തു നിൽക്കുകയാണെങ്കിലും പാർട്ടിയിലെ വലിയൊരു കൂട്ടം ആൾക്കാർ അയാൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നുണ്ട്. രാഹുലിനെ തിരികെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ പാർട്ടിക്ക് രാഹുലിനെ വേണമെന്നാണ് ഈ പ്രവർത്തകരും അതുപോലെ തന്നെ താഴെ തട്ടിലുള്ള എല്ലാ നേതാക്കളും പറയുന്നത്. കാരണം KSU-ന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഇനിയുള്ള കാലത്തെ പ്രവർത്തനം ഒരു അടിത്തറ ഉണ്ടാക്കുന്ന നീക്കത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ഏകദേശം UDF-ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. CPM-ന്റെ എല്ലാ കാലത്തെയും അടിത്തറ ഈ SFI-യും DYFI-യും ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു താഴെ തട്ടിലുള്ള അടിത്തറ ശക്തമാണ്. ആ ഒരു നിലയിലേക്ക് UDF-ഉം എത്തണം എന്നുള്ളത് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ അണിനിരത്തി താഴെ തട്ടിലുള്ള പ്രവർത്തനം ശക്തമാക്കുന്നതിനുള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണ് UDF-കാർ. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെയാണ്. എന്നാൽ പിന്നീട് വിവാദങ്ങളൊക്കെ വന്നപ്പോൾ രാഹുലിനെ മാറ്റി നിർത്തുകയായിരുന്നു. പക്ഷേ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ഇവിടുത്തെ UDF-ലെ വലിയൊരു കൂട്ടം ചെറുപ്പക്കാർ ഉയർത്തുന്ന കാര്യമാണ്. കാരണം പിണറായിക്ക് നേരെ, പിണറായിസത്തിനെതിരെയാണ് യുദ്ധമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം അണിനിരന്നുകൊണ്ട് തന്നെ വലിയ ഒരു മാറ്റത്തിനാണ് യൂത്ത് കോൺഗ്രസും KSU-വും ഒക്കെ ശ്രമിക്കുന്നത്. അവർക്ക് മുൻപിൽ രാഹുൽ വേണമെന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്കെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളൊക്കെ. അർജുൻ ആയങ്കിയുടെയും ആകാശ് തില്ലങ്കേരിയുടെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും രാഹുലിനെ കൊല്ലാനും തിന്നാനും ഒക്കെ കാത്തിരിക്കുന്ന വലിയൊരു കൂട്ടം CPM-ന്റെ സൈബർ കൂട്ടമുണ്ട്. അധികാരം കിട്ടിയാലും ഇനിയിപ്പോൾ അധികാരമില്ലെങ്കിലും നിനക്കുള്ള പരിപ്പുവടയും ചായയും ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ പ്രത്യേകം തരാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവർ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ കൊലവിളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടത് ഈ പറയുന്നവരുടെ ഹീറോയായ പിണറായി വിജയനെയാണല്ലോ. കണ്ണൂരിൽ CPM-ന്റെ പ്രധാനി P ജയരാജനാണ്. അതായത് പിണറായിക്കും തലയ്ക്ക് മുകളിലാണ് P ജയരാജൻ. അത് കഴിഞ്ഞാൽ പിണറായിയാണ്. ആ പിണറായിയെയാണ് ഇവരെല്ലാവരും കൂടി, അതായത് രാഹുലിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസും KSU-കാരും എല്ലാവരും ചേർന്ന് ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾക്ക് സഹിക്കില്ലല്ലോ. അവരുടെ ഇരട്ടച്ചങ്കനാണല്ലോ. ആ ഇരട്ടച്ചങ്കനെയാണ്, ഇത് ഇരട്ടച്ചങ്കൊന്നുമല്ല, ഓട്ടച്ചങ്കും കൊട്ടത്തേങ്ങയുമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം തന്നെ നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ വിമർശനം CPM-നും സർക്കാരിനും പിണറായിക്ക് നേരെ ഉയർത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അയാൾ പാർട്ടിക്ക് പുറത്താണ്, പാലക്കാട് MLA എന്ന സ്ഥാനം മാത്രമേ അയാൾക്കുള്ളൂ. അപ്പോഴും അയാൾ തൻ്റെ ആ ഒരു സ്പേസ് ഉപയോഗിച്ചുകൊണ്ട്
ഈ പറയുന്ന പോലെ സൈബർ സ്പേസിൽ ഇരുന്നു കൊണ്ട് UDF വേണ്ടി പണിയെടുത്തു, പ്രചാരണം നടത്തി എന്നുള്ളതാണ്. എല്ലായിടത്തേക്കും അയാൾ ഓടിയെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തല്ലേ, പിന്നെ എന്തിനയാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാകുന്നു എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് UDF മുതിർന്ന നേതാക്കൾ പോലും പറഞ്ഞു, അയാൾ പ്രചാരണം നടത്തുന്നതിൽ എന്താണ് തെറ്റ്, അയാൾ പാലക്കാട് MLA അല്ലേ എന്നൊക്കെ വലിയ ചോദ്യങ്ങൾ തിരിച്ച് മാധ്യമങ്ങളോട് ചോദിക്കുന്ന UDF നേതാക്കളെയും നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലൊക്കെ മാധ്യമങ്ങൾക്ക് നേരെ ഈ വിഷയത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. അയാൾ പ്രവർത്തിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള ചോദ്യവും ഉയർന്നിരുന്നു. VD സതീശനായിരുന്നു ശക്തമായി നിലപാടെടുത്ത് രാഹുലിന് നേരെ നിന്നത്. എൻ്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ്, ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ പാടെ മാറ്റി നിർത്തിയത് VD സതീശനായിരുന്നു. അതിന് VD സതീശന് നേരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആർമിയും KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോഴും ഈ യുവനിര VD സതീശനോട് എതിർപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുകയുമാണ്. അവർക്ക് ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വരണം എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് KC വേണുഗോപാൽ മാധ്യമങ്ങളോട് ചോദിച്ചത്. രാഹുലിന്റെ പ്രചാരണത്തിന് പാർട്ടിയുമായി ബന്ധമില്ല, അദ്ദേഹത്തിന്റെ സ്വന്തം രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത നാടല്ലല്ലോ ഇത്, കോൺഗ്രസ് പുറത്താക്കിയെന്നേ ഉള്ളുവെന്നും രാഹുലിന്റെ പശ്ചാത്തലം കോൺഗ്രസ് രാഷ്ട്രീയമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. ലൈംഗിക ആരോപണ കേസുകൾക്ക് പിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകൾ നിരന്തരം പങ്കുവച്ചിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത്. ഈ ഒരു വിഷയം ഉയർത്തിക്കാണിച്ച് ചോദ്യങ്ങൾ വന്നതോടെയായിരുന്നു KC വേണുഗോപാൽ ഇതിന് പ്രതികരണം നൽകിയത്. അയാളെ പാർട്ടി പുറത്താക്കി, അയാളുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ ഉണ്ടായപ്പോൾ അത് ബോധ്യപ്പെട്ടതോടുകൂടി അയാളെ മാറ്റി നിർത്തി. പക്ഷേ അയാൾ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ്, അയാൾക്കുള്ളിൽ ഒരു കോൺഗ്രസ്സുകാരനുണ്ട്, അയാൾ പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു KC വേണുഗോപാലിൻ്റെ ചോദ്യം. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പിണറായിക്ക് നേരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സൈബർ ഇടത്തിൽ കത്തിക്കയറുകയാണ്. ഡാഷ് മോനെ എന്നുള്ള വിളിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതോടുകൂടി രാഹുലിന്റെ സൈബർ കൂട്ടമെല്ലാം, സൈബർ ആർമി മുഴുവൻ ഇപ്പോൾ പിണറായിക്ക് നേരെ ആ ഡാഷ് മോൻ വിളിയുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനു മുൻപ് ഇതേ വാചകം പിണറായിയുടെ നാവിൻ തുമ്പിൽ നിന്നായിരുന്നു പുറത്തേക്ക് വന്നത്. അതായത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നതോടുകൂടി നീ പോമോനെ ദിനേശ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നപ്പോൾ രേവന്ത് റെഡ്ഡി പിണറായി ഒന്ന് കയറി തോണ്ടിയിരുന്നു. അതിന് ഒരു മാന്ത് കൊടുത്തുകൊണ്ട് പിണറായി പറഞ്ഞ ഡയലോഗായിരുന്നു നീ പോ ഡാഷ് മോനെ രേവന്ത എന്ന്. അതൊരു വലിയ വിവാദത്തിന് വഴിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ആ ഡാഷ് മോനെ വിളി പിണറായിക്ക് നേരെ ഉയർത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രധാന എതിരാളിയായി CPM മാറിയിരിക്കുകയാണ്. അത് കുറച്ച് കാലമായിട്ട് CPMന്റെ പ്രധാന എതിരാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈകാര്യം ചെയ്യാൻ ഒരു കൂട്ടം CPMകാർ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.